അവനവൻ കുരുക്കുന്ന കുരുക്കൾ കേൾക്കുമ്പോൾ പോലും പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പോൾ പോലും ഓ പതുക്കെ തടവട എന്റെ അമ്മേ. മത്തായി ചേട്ടാ, 2-3 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. അതല്ലെന്നേ, ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്കി ഇവിടെ വന്നിട്ടില്ല. അതെ, ആണുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത്. വരും വരും, ഇനിയും വരും. ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും. മത്തായിച്ചൻ പെരുവഴിയിലും ആവും. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിക്കേണ്ടത് നീയാ. എന്റെ ജാതകത്തിലോട്ട് ഞാനൊരു കൊലപാതകയാവുന്നു. എന്റെ ജാതകത്തിലുണ്ടോ ഞാൻ ഒരു കൊലപാതകയെ കൊല്ലുന്നു? ഒന്ന് മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ലെന്ന് വെച്ചാ. മത്തായിച്ച, ഇവനെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇവനെ അവകാശം സ്ഥാപിക്കും. മത്തായിച്ചേട്ടാ, ഞാൻ വാടക വന്ന് താമസിക്കുന്നത്. ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞെരിയും ചെയ്യും. വാടക തരാ താമസിക്കുന്നവന്മാരെയാ സൂക്ഷിക്കേണ്ടത്. ശരിയാ, ഞാൻ വാടക കൊടുക്കുന്നില്ല. പക്ഷെ ഞാൻ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വാക്ക് മാറിയാൽ മത്തായിച്ചിന് കേസ് കൊടുക്കാം, പോലീസിനെ വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാക്ക് മാറുന്നവനല്ല ഞാനും. മത്തായിച്ചേട്ടാ, ഞാൻ ഒപ്പിട്ട് തരാം. എത്ര പേപ്പർ വേണമെങ്കിലും. എന്നാ നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. നീ ഒപ്പിട്. രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക്. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? ഗോപാലകൃഷ്ണൻ നിന്നെ ഒപ്പിടും. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ പോലും അയ്യോ, ഒരു പാട്ട് കേട്ടോ? പാട്ടോ? ഒപ്പിടാ ഒപ്പിടാ. ദാ ഇവിടെ പരസ്പരം കുഴിക്കുന്ന കുഴികൾ പതിക്കുമ്പോൾ പോലും സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു. നീയാണോ പാടിയത്? ഇതളവ്, ഇതളവ്. ഒപ്പിടാ. ഒപ്പിടാ. ഇന്നും തോരു തുടരുന്നു തന്നിലിവർ തെല്ലും വാശി കളയാതെ. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം.